ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇതാ പച്ചടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് അധികം വലിപ്പമുള്ളതും അല്ല, എന്നാൽ തീരെ ചെറുതുമല്ല കേട്ടോ. അങ്ങനെ ഇതാ ബീട്രൂട്ട് ഇവിടെ ഞാൻ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തീരെ പൊടിയായിട്ടിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഞാനിത് അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാണ്. അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ വഴറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ തേങ്ങ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. കടുക് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. അങ്ങനെ കടുക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചതച്ചെടുത്ത് എന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബീട്രൂട്ട് ഈ ഒരു സമയം കൊണ്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ആ ഒരു തേങ്ങയെല്ലാം ഒന്ന് വെന്ത് ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങയെല്ലാം നല്ല പാകത്തിന് വെന്ത് ആ ഒരു വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് 1.5 കപ്പ് തൈര് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവേനു കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ തയ്യാറായി. ഞാൻ പച്ചടി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് 2 വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.